അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നാലാമത്തെ ലോ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നാലാമത്തെ ലോ നമ്മൾ പറഞ്ഞെങ്കിലും അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഗേ-ലുസാക്സ് ലോ എന്നാണ് ഈ ലോയുടെ പേര്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു സയൻറ്റിസ്റ്റ് ജോൺ ലൂയിസ് ഗേ-ലുസാക്ക്, അതൊന്നും പോട്ടെ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഗേ-ലുസാക്ക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അത്രയേ ഉള്ളൂ. ഗേ-ലുസാക്ക് ആണ് കണ്ടുപിടിച്ചത്. പിന്നെ പുള്ളി എന്താ കണ്ടുപിടിച്ചേക്കുന്നത്? നമ്മൾ ഇത്രയും നേരം മാസിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എല്ലാത്തിൻ്റെയും മാസ് അങ്ങനെ ആയിരിക്കും, മാസ് ഇവിടെ വരുമ്പോൾ ഈക്വൽ ആയിരിക്കണം, അവിടെ മാസ് ഡെഫിനിറ്റ് ആയിരിക്കണം, പ്രൊപ്പോർഷൻ ആയിരിക്കണം, റേഷ്യോ ആയിരിക്കണം. ഇവിടെ നമ്മൾ ആ മാസ് എന്നുള്ളത് ഒന്ന് മാറ്റിയിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ വോളിയമാണ്. എന്താ? ഇതിൻ്റെ വോളിയം. ഇപ്പം നമ്മൾ പറയാണ്, അതായത് നമുക്ക് ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നത് അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത്? നമുക്കത് ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും, അതായത് 2 മോൾ ഹൈഡ്രജനും 2 ക്ലോറിനും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ്, 2 ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നത്. ഇതാണ് അതിൻ്റെ ആ റേഷ്യോ. അപ്പോൾ ഇനി നമുക്ക് എന്താ നോക്കാം. പുള്ളി എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടുത്തെ വോളിയം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുക. അതൊരു സെയിം ആയിട്ടുള്ള ഒരു സിമ്പിൾ റേഷ്യോയിലായിട്ടായിരിക്കും അത് വരുന്നതെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. എന്താ സിമ്പിൾ റേഷ്യോ? ഈ ഒരു വാക്ക് മാത്രം നോക്കിയാൽ മതി. ഇത് തമ്മിലുള്ള വോളിയം എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതായത് നമുക്കറിയാം ഹൈഡ്രജനും ക്ലോറിനും എങ്ങനെ അത് ഫോം ചെയ്യുന്നത്? 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഹൈഡ്രജൻ എന്ന് നമ്മൾ പറയുമ്പം നോക്കിക്കേ, ഇതെല്ലാം 1 മോളല്ലേ? ഇത് ഹൈഡ്രജൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കേ, ഇവിടെ ഹൈഡ്രജൻ H2. എപ്പോഴും ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ടല്ലേ നിൽക്കാറ്? ഹൈഡ്രജൻ എന്നുള്ളത് ഗ്യാസ് അല്ലേ? ഗ്യാസസ് മിക്കപ്പോഴും എന്താ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹൈഡ്രജൻ H2 എന്നും, അതുപോലെ തന്നെ ക്ലോറിൻ Cl2 എന്നും, അതുപോലെ തന്നെ ബ്രോമിൻ Br2, ഇതെല്ലാം ഗ്യാസുകളാണ്. ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ എല്ലാം രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതൊരു മോളിക്യൂളായിട്ടായിരിക്കും നിൽക്കുന്നത്. 1 മോളിക്യൂളായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് ഹൈഡ്രജൻ്റെ 1 മോളിക്യൂൾ അല്ലേ? 1 മോളിക്യൂൾ ഹൈഡ്രജൻ, 1 മോളിക്യൂൾ ക്ലോറിൻ, 1 മോളിക്യൂൾ ബ്രോമിൻ. ഇനി നൈട്രജൻ ആണെങ്കിലോ അതും N2 എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്സിജൻ ആണെങ്കിലോ O2 എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഗ്യാസുകളും അതിൻ്റെ മോളിക്യൂൾസ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആ മോളിക്യൂൾസും കൂടെ നോക്കിക്കേ, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നിട്ട് ഒരു മോളിക്യൂളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ എന്തുമായിട്ടാണ് ചേരുന്നത്? ക്ലോറിൻ Cl2 അല്ലേ? ഹൈഡ്രജനും ക്ലോറിനും ഓരോ മോളിക്യൂൾസ് വെച്ച് ചേർന്നിട്ട് അത് നമുക്ക് എന്തുവാകുകയാണ്? HCl എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആവുകയാണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെ? 2. അപ്പോൾ നമുക്കിവിടെ എത്ര ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്? 2 ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ റേഷ്യോ എങ്ങനെയാ? 1:1:2. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു റേഷ്യോയിലല്ലേ അത് ഉണ്ടായേക്കുന്നത്. അത്രയും മാത്രമേ ഉള്ളൂ എന്ത് ഈ ഗേ-ലുസാക്സ് പറഞ്ഞേക്കുന്നത്. ഇത് ഫോം ചെയ്യുമ്പോൾ ചെറിയൊരു വോളിയം അല്ലെ എന്താ ചെറിയൊരു റേഷ്യോയിലായിരിക്കും ഇതെല്ലാം ഫോം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ആ പറഞ്ഞേക്കുന്ന ലോ. സിമ്പിളല്ലേ? ഇനി നമുക്ക് 5ാമത്തെ ലോ. നമ്മൾ ആദ്യം തൊട്ട് ഇപ്പം എത്ര ലോസ് പറഞ്ഞിട്ടുണ്ട്? 5 ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1ാമത്തെ ലോയാണ് ഏത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ലോ അതാണ് അല്ലേ? എങ്ങനെ റിയാക്ഷൻ കഴിഞ്ഞാലും പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് റിയാക്ഷൻ അല്ലെ റിയാക്റ്റൻ്റ് എടുത്താലും അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് എടുത്താലും അത് എപ്പോഴും അപ്പുറവും ഇപ്പുറവും ഒരു ഈക്വൽ ടുവിനപ്പുറം ഒരു റിയാക്ഷൻ നടക്കുന്നതിന് അപ്പുറവും ഇപ്പുറവും അത് സെയിം ആയിരിക്കുമെന്ന്, അതിൻ്റെ മാസ് എപ്പോഴും ഈക്വൽ ആയിരിക്കുമെന്നാണ് 1ാമത്തെ ലോ പറഞ്ഞത്. 2ാമത്തെ ലോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം എവിടെ ഇന്ത്യയിലുണ്ടായാലും ഓസ്ട്രേലിയ ഉണ്ടായാലും അതിനിപ്പോൾ എവിടെ ഉണ്ടായെന്ന് പറഞ്ഞാലും അതെന്തായിരിക്കും? അത് എപ്പോഴും സെയിം റേഷ്യോയിലായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 3:8 എന്നുള്ള റേഷ്യോയിലാണ് അത് ഉണ്ടാകുന്നത്. അത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? കാർബൺ ഓക്സിജൻ തമ്മിലുള്ള റേഷ്യോ എവിടെ പോയാലും സെയിം ആയിരിക്കും. ഇനി നമുക്ക് 3ാമത്തെ ലോ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് പറഞ്ഞത്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കാർബണും ഓക്സിജനും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന വേറൊരു കോമ്പൗണ്ടാണ് കാർബൺ മോണോക്സൈഡ്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ രണ്ടിലും സെയിം ആയിട്ട് വന്നേക്കുന്ന കാർബണാണ്. ഓക്സിജൻ്റെ അളവിലാണ് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പം ഈ വ്യത്യാസം വന്നേക്കുന്ന 2 ടൈപ്പ് ആറ്റംസിലും അല്ലെങ്കിൽ എലമെൻസിലും അതെങ്ങനെ വന്നേക്കുന്നത്? ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോയിൽ, അതായത് ഇപ്പം അവിടെ വരുമ്പം 1:2 എന്നുള്ള റേഷ്യോയിലൊക്കെ വരും. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസത്തിലായിരിക്കും അത് ഉണ്ടാകുന്നത്. അതാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഗേ-ലുസാക്സ് പറഞ്ഞത് എന്തുവാ? ഇവിടെ നമ്മൾ മാസിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുള്ളി വോളിയത്തിൽ പറഞ്ഞു. അത് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമ്മൾ ഡാൾട്ടൺ പറഞ്ഞ എന്താണോ അത് തന്നെ വോളിയത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നാണ് ഗേ-ലുസാക്ക് പറഞ്ഞത്.
ഇനി അഞ്ചാമത്തതാണ് അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ നമുക്കറിയാം, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ആരാ ഇത് ഫോം ചെയ്തേക്കുന്നത്. ഇത് അമേഡിയോ അവഗാഡ്രോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണെന്ത്, അവഗാഡ്രോ എന്നും അവഗാഡ്രോസ് ലോ എന്നും ഒക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കെമിസ്ട്രിയിൽ വേണ്ടതാണ് എന്ത്, അവഗാഡ്രോസ് ലോ, അവഗാഡ്രോസ് നമ്പർ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്താണ് അമേഡിയോ അവഗാഡ്രോ പറഞ്ഞേക്കുന്നത്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതെന്തോ പറഞ്ഞേക്കുന്നത്, അതായത് അമേഡിയോ അവഗാഡ്രോ പറഞ്ഞേക്കുകയാണ് നമ്മൾ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറും പ്രഷറും എടുക്കുകയാണ്. അതായത് ഞാൻ STP കണ്ടീഷൻ എടുക്കുക, അറ്റ് STP ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്താ ആലോചിക്കണം, അതിനകത്ത് ടെമ്പറേച്ചർ എപ്പോഴും 273 കെൽവിൻ ആയിരിക്കും, പിന്നെ പ്രഷർ എപ്പോഴും 180 ആയിരിക്കും. അങ്ങനെ അതായത് ഈ രണ്ടെണ്ണം ടെമ്പറേച്ചറും പ്രഷറും എപ്പോഴും നമ്മൾ അങ്ങ് സ്റ്റാൻഡേർഡ് ആക്കി എടുത്തു 273 കെൽവിൻ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ 273 വെച്ച് ചെയ്യുമ്പോൾ പ്രഷർ എപ്പോഴും എന്തായിരിക്കണം, സ്റ്റാൻഡേർഡ് STP ആണെങ്കിൽ 180 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുള്ളി അങ്ങനെ പറഞ്ഞേക്കാം, അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം എപ്പോഴും എന്തുമായിരിക്കും, സെയിം ആയിരിക്കുമെന്ന്. അത് നമുക്കിപ്പോൾ ഒന്ന് നോക്കാമല്ലോ. അതായത് ഞാനിപ്പോൾ 2-3 ഇതെടുക്കുകയാണ്. ഇപ്പം ഹൈഡ്രജൻ എടുക്കുകയാണ്, അതുപോലെ തന്നെ ക്ലോറിൻ എടുക്കുകയാണ്, ഇനി അല്ലെങ്കിൽ നൈട്രജൻ എടുക്കുകയാണ്, കാർബൺ എടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ എടുത്തിട്ട് അതിന് ഞാൻ ടെമ്പറേച്ചർ 273 കെൽവിൻ ആക്കുകയാണ്. ഇവിടെയും 273 കെൽവിൻ, ഇവിടെയും 273 കെൽവിൻ. എല്ലായിടവും ടെമ്പറേച്ചർ എല്ലാത്തിനും സെയിം ടെമ്പറേച്ചർ ഞാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രഷറോ നമ്മൾ പറഞ്ഞു 180 ആയിരിക്കണമെന്ന് പറഞ്ഞു. 180 ആണേ. ഈ 180 വേറെ ഒന്നും വിചാരിക്കരുത്, ലാറ്റം എന്നൊന്നും വായിക്കരുത്. 180 ആണ്. 180 പ്രഷറിൽ ഇത് എന്താവും നാം നോക്കുകയാണ്. അപ്പം ഇത് പറഞ്ഞേക്കാണ് നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും ഇതെല്ലാം നമുക്കറിയാം. ഈ അവഗാഡ്രോ പറഞ്ഞേക്കുന്നത് വെച്ചാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഇനി ഇതിൻ്റെ വോളിയം എത്ര ആയിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും എല്ലാം സെയിം ആയി കഴിഞ്ഞാൽ എല്ലാ ഗ്യാസിലും എത്ര ഉണ്ടായിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും അതിൻ്റെ വോളിയം. എന്താണ്, 22.4 ലിറ്റർ ആയിരിക്കും. എന്തിൻ്റെ കാര്യം, ഏത് ഗ്യാസ് എടുത്താലും അണ്ടർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും, അത് 22.4 ലിറ്റർ ആയിരിക്കും. 22.4 ലിറ്റർ. ഇവിടെ അത് തന്നെ 22.4 ലിറ്റർ ആയി. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം സെയിം ആയപ്പോൾ നമ്മൾ പറയുകയാണ് ഇങ്ങനെ എല്ലാം സെയിം ആയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ സെയിം ആയി കഴിഞ്ഞപ്പോൾ അവിടെ എത്ര മോൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്, അവിടെ 1 മോൾ ആയിരിക്കും എപ്പോഴും, അല്ലേ? ഇത്രയായി 22.4 ആണ് അവിടുത്തെ വോളിയം, പ്രഷർ ഇന്നതാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ 1 മോൾ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. 1 മോള്. ഈ 1 മോൾ എത്ര, 1 മോളാണ് ഈ അവഗാഡ്രോ കണ്ടുപിടിച്ചേക്കുന്നത്. അതാണ് 6.022 × 10⁻23. ഇതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് ആറ്റംസ് അല്ലെ മോളിക്യൂൾസ് ഉണ്ടാകുമെന്ന് പറഞ്ഞേക്കുന്നത് എപ്പോഴും എന്താണ്, 6.022 × 10⁻23. അതാണ് അതിൻ്റെ അകത്തെ ആ പറഞ്ഞ ആ അളവ്. ഇതാണ് 1 മോൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, 1 മോളാണ് 1 മോൾ എന്ന് പറയുന്നത് എന്തുവാ, 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് ആറ്റമാകാം, മോളിക്യൂളാകാം, എന്ത് വേണമല്ലോ ആകാം, അയോൺസ് ആകാം, എന്ത് വേണമല്ലോ ആകാം. എന്തായാലും അത് 6.022 × 10⁻23 അത്രയേ കാണത്തുള്ളൂ അതിനകത്ത്. അപ്പോൾ ആ അവഗാഡ്രോ പറയുന്നത് എല്ലാ ഗ്യാസിനും ഈ സെയിം കണ്ടീഷനിൽ ടെമ്പറേച്ചറിലും പ്രഷറിലും അതിൻ്റെ അകത്ത് എന്താ ഈ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് 1 മോൾ ആയിരിക്കും അതിനകത്ത് എപ്പോഴും ഉണ്ടാവുക എന്ന്. അതാണ് അവഗാഡ്രോ പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമ്മുടെ ലോസ്. ഈ ലോസിനോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാനം നമുക്ക് പറയുന്നതാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അതായത് ഈ ലോസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അല്ലെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ പറഞ്ഞേക്കുന്ന ഡാൽട്ടൺസ് അറ്റോമിക് തിയറി വന്നേക്കുന്നത്. ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ത് പറഞ്ഞേക്കുന്നത്, മാറ്റർ എന്ന് പറഞ്ഞാൽ സ്മാൾ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന്. അതായത് ഈ പറഞ്ഞേക്കുന്ന മാറ്ററിൻ്റെ, നമ്മളിപ്പം പറഞ്ഞ മാറ്റർ ഉണ്ടല്ലോ, ആ മാറ്ററിൻ്റെ ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും, ആറ്റം ആണെന്നാണ് എന്ത് ഡാൽട്ടൺ പറഞ്ഞേക്കുന്നത്.
അതാണ് പുള്ളിയോട് പറഞ്ഞേക്കുന്നത്. അതിനും താഴേക്ക് നമുക്ക് മുറിക്കാൻ പറ്റില്ല എന്നാണ് ഡാൽട്ടൺ പറഞ്ഞേക്കുന്നത്. അതായത് ഇൻഡിവിസിബിൾ ആണ്, ആ പാർട്ടിക്കിൾസിനെ ഡിവിസിബിൾ അല്ല, എന്നത് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ പേരാണെന്ത്? ആറ്റം. ആറ്റം, അണു എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസിനെ കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയേക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത് എന്താ പറഞ്ഞേക്കുന്നത്? ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. സെയിം എലമെൻറ്റിന് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് അല്ലേ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്? അതുകൊണ്ട് തന്നെ അതിന് മാസ് എപ്പോഴും ഐഡൻറ്റിക്കൽ ആകുമല്ലോ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ബാക്കിയുള്ളതെല്ലാം സെയിം ആയിരിക്കുമല്ലോ, അതാ പറഞ്ഞേക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ മാസ്. ഇതേ പറഞ്ഞ സാധനം തന്നെ, ഒരേ സാധനത്തിൻ്റെ ഒരേ എലമെൻറ്റിൻ്റെ ആറ്റംസ് ആണെങ്കിൽ സെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് പ്രോപ്പർട്ടീസ് വ്യത്യാസം വരും. അതല്ലേ പറഞ്ഞേക്കുന്നത്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. സിൻസ് ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ ദേ കമ്പൈൻ എ സ്മാൾ ആൻഡ് ഹോൾ നമ്പർ. അതായത് ആദ്യം പറഞ്ഞേക്കുന്ന ആറ്റംസ് നമ്മൾ പറഞ്ഞേക്കുന്ന ആ ഫസ്റ്റ് ലോ, ആറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അത് മാറ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ആറ്റം, ഈ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. നമുക്കായിട്ട് ഒരു ആറ്റത്തിനെ ഉണ്ടാക്കാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റത്തില്ല, നശിപ്പിക്കാനോ പറ്റത്തില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. ഇത് വളരെ ഇൻഡിവിസിബിൾ ആണെന്നും അതുകൊണ്ട് തന്നെ ഇത് സ്മാൾ വോൾ നമ്പേഴ്സിലായിട്ട് മാറുന്നത്. ഇപ്പം ഈ പറഞ്ഞില്ലേ, കാർബണും ഓക്സിജനുമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, കാർബണും ഓക്സിജനും 1:2 എന്നോ അല്ലെങ്കിൽ 1:1 എന്നോ അങ്ങനെ സിമ്പിളായിട്ടുള്ള വോൾ നമ്പർ റേഷ്യോസിൽ ചേർന്നിട്ട് ആണ് ഈ ആറ്റംസ് ചേർന്നിട്ടാണ് നമുക്ക് എന്താണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. മാറ്റർ എന്ന് പറഞ്ഞാൽ ആറ്റംസ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റംസ്. ഇതിനെ നമുക്ക് ഡിവിസിബിൾ അല്ല, ഇത് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് സെയിം ആയിട്ടുള്ള എലമെൻസിൻ്റെ ആണെങ്കിൽ അത് എന്താണ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയിരിക്കും. ഇനി വ്യത്യാസമുള്ള എലമെൻസിൻ്റെ ആണെങ്കിൽ വ്യത്യാസമുള്ള രീതിയിലായിരിക്കും, പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കും, മാസ് വ്യത്യാസമായിരിക്കും. ഇനി അവസാനം പറഞ്ഞേക്കുന്നത് ആറ്റത്തിനെ, നമുക്ക് നേരത്തെ പറഞ്ഞത് എന്തുവാ, മാറ്ററിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ആറ്റത്തിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പിന്നെ ഇത് കമ്പൈൻ ചെയ്യുന്നത് ചെറിയ ചെറിയ സ്മാൾ വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ 1, 2 ഒക്കെ പറഞ്ഞില്ലേ, ഈ നമ്പേഴ്സൊക്കെയാണ് നമ്മൾ പറയുന്നത് വോൾ നമ്പേഴ്സ് എന്ന്. ഇത് തമ്മിൽ ചേർന്നിട്ടാണ് എന്താവുന്നത്, ഇതുപോലെ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അത് ഏതൊക്കെ ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അമോണിയ നമ്മൾ കേൾക്കുന്നതാണ്, പിന്നെന്താണ് മീഥേൻ നമ്മൾ കേൾക്കുന്നതാണ്, പിന്നെന്താ ഷുഗർ C6H12O6. ഇതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ കോമ്പൗണ്ട്സ് എല്ലാം ചെറിയ ചെറിയ ആയിട്ടുള്ള ഇതുപോലുള്ള ഇതാണ് HCl, നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ. ഇതെല്ലാം ചെറിയ ചെറിയ വോൾ നമ്പർ റേഷ്യോയിലാണിത് തമ്മിൽ ചേരുന്നത്. അതാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്താണെന്ന് നമുക്ക് പറയുന്നത്. ഇപ്പോൾ ആറ്റം എന്താണ് നമ്മൾ മനസ്സിലായി. ആറ്റം എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ആറ്റത്തോടൊപ്പം തന്നെ നമ്മൾ പറയുന്നതാണ് മോളിക്യൂൾ എന്താണെന്നും കൂടെ പറയണം. അതായത് ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണ്. ആറ്റം എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് മോളിക്യൂൾ എന്താണെന്ന് പറയാൻ പറ്റും. അതായത് ആറ്റമാണ് ഒരു മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ. ഒരു മാറ്ററിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല അല്ലേ, ആറ്റമാണ് ഒരു മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ. അതിനെക്കാട്ടിലും താഴോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ ആറ്റംസ് തമ്മിൽ ചേർന്നിട്ടാണ് നമുക്ക് ഇപ്പം 2 ഹൈഡ്രജൻ, ഈ 2 ഹൈഡ്രജൻ കൂടെ ചേർന്നിട്ടാണ് നമുക്കൊരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ അതേ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് തന്നെ ഉള്ളതായിരിക്കും. എന്നാൽ ആറ്റത്തിന് അത്രയും ചെറുതല്ല, 2-3 ആറ്റംസ് ചേർന്നിട്ടായിരിക്കും ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പം ഇനി നമുക്ക് മോളിക്യൂൾസിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യമുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഓക്കെ, അതുവരെ ബൈ.